ഇവിടെ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഹി ബുഖാരി വോള്യം 9 ബുക്ക് 84 ഹദീസ് നമ്പർ 63. പ്രവാചകന്മാരിൽ ഒരുത്തനെ തന്റെ ജനം മർദ്ദിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തപ്പോൾ മുഖത്തുള്ള ചോരത്തുള്ളി തുകച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രവാചകന്മാരിൽ ഒരുത്തനെ അവന്റെ ജനം മർദ്ദിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തപ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞ വാക്യമാണ്, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. സഹി ബുഖാരി വോള്യം 9 ബുക്ക് 84 ഹദീസ് നമ്പർ 63. ഈ പ്രവാചകൻ ആരാണ് എന്ന് നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി. എന്നിരുന്നാൽ എന്ന് പറഞ്ഞാൽ തബാരിയിലും ബുഖാരിയിലും ഖുറാനിൽ തന്നെയും കർത്താവായ യേശു ക്രിസ്തു മരിച്ചുവെന്നും മരിച്ചില്ലെന്നും പറയുന്നതായ സാക്ഷിമൊഴികളുണ്ട്. ഒന്നാം ആരോപണം അർത്ഥശൂന്യമാണ് എന്ന് നാം കണ്ടു കഴിഞ്ഞതുകൊണ്ട് രണ്ടാം ആരോപണത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. രണ്ടാം ആരോപണം, യോനയുടെ അടയാളം എന്ത്? യോനയുടെ അടയാളം എന്ത്? മത്തായി സുവിശേഷം 12:40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, യോന കടലാനയുടെ വയറ്റിൽ പ്രകാരമായിരുന്നുവോ അതുപോലെ തന്നെ മനുഷ്യപുത്രനും ആയിരിക്കും. ദാവാ പ്രാസംഗികരിൽ ചിലർ ചോദിക്കുന്നത്, യോന അദ്ദേഹം കപ്പലിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടോ? ജീവനുണ്ട്. മത്സ്യത്തിന്റെ വയറ്റിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടോ? അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് ജീവനുണ്ടോ? ജീവനുണ്ട്. എന്നാൽ അതുപോലെ തന്നെ കല്ലറയിലായിരിക്കുന്ന കർത്താവിന് എപ്രകാരമാണ് നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നത്? ഉത്തരം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വീണ്ടും ചെലുത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ വ്യാഖ്യാന ശാസ്ത്രത്തിന്റെ പ്രശ്നമുണ്ട്. ഒരു ഗുരു ഒരു വിഷയത്തെ പറ്റി ഉപമകളിലും സദൃശ്യങ്ങളിലൂടെയും പഠിപ്പിക്കുകയും അതേ വിഷയത്തെ പറ്റി തന്നെ അദ്ദേഹം വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്താൽ ഉപമകളും സദൃശ്യങ്ങളും നിങ്ങൾ എങ്ങനെ വേണം വ്യാഖ്യാനിക്കാൻ? ഒരു ഗുരു ഒരു വിഷയത്തെ പറ്റി ഉപമകളിലും സദൃശ്യങ്ങളാലും പഠിപ്പിച്ചു. അതേ ഗുരു തന്നെ അതേ വിഷയത്തെ പറ്റി വ്യക്തമായും കൃത്യമായും പഠിപ്പിച്ചു. വ്യാഖ്യാന ശാസ്ത്ര പ്രകാരം ഉപമകളെയും സദൃശ്യങ്ങളെയും നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കണം? ന്യായമായി ആലോചിച്ചാൽ ആ ഗുരു പഠിപ്പിച്ച അക്ഷരാർത്ഥത്തിലുള്ള ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ വേണം നാം ഉപമകളെയും സദൃശ്യങ്ങളെയും വ്യാഖ്യാനിക്കുവാൻ. കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്തെ പറ്റി പല ഉപമകളാലും പല സദൃശ്യങ്ങളാലും പഠിപ്പിച്ചതുപോലെ അദ്ദേഹം തന്റെ മരണത്തെ പറ്റി വളരെ വ്യക്തമായും കൃത്യമായും പഠിപ്പിച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം ഞാൻ ആദ്യം ചില ഉപമകളിലേക്ക് ഒന്ന് ചൂണ്ടിക്കാട്ടാം. മത്തായിയുടെ സുവിശേഷം 12:40 മുതൽ 42 യോനയുടെ അടയാളം. യോഹന്നാന്റെ സുവിശേഷം 2:19 മുതൽ 21 വരെ ഈ മന്ദിരം പൊളിപ്പീൻ, മന്ദിരത്തോട് തന്റെ ശരീരത്തെ സദൃശ്യമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, മോശ പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ പിച്ചള സർപ്പത്തോട് തന്നെ മരണത്തെ സദൃശ്യമാക്കുന്നു. മത്തായിയുടെ സുവിശേഷം 21:37 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ, തോട്ടക്കാരനും കുടിയന്മാരും മകനും, ഇതിലെ മകൻ മരിക്കുകയാണ്, ആ മകനോട് തന്നെ മരണത്തെ സദൃശ്യമാക്കിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ഗോതമ്പ് മണിയോട് തന്നെ മരണത്തെ സദൃശ്യമാക്കിയിരിക്കുന്നു. ഇപ്രകാരം സദൃശ്യങ്ങളിലൂടെയും ഉപമകളിലൂടെയും തന്നെ മരണത്തെ പറ്റി പഠിപ്പിച്ച അതേ കർത്താവ് മത്തായി സുവിശേഷം 16:21 പറഞ്ഞു, മനുഷ്യപുത്രനെ അവർ കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. മത്തായി സുവിശേഷം 17:22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു, മനുഷ്യപുത്രനെ മൂന്നാം നാൾ അവർ കൊല്ലുകയും
ആ മനുഷ്യപുത്രനെ കൊല്ലുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. മത്തായി സുവിശേഷം വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഇനി ആർക്കും സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മൂന്നാമതൊന്നുകൂടി അദ്ദേഹം ആവർത്തിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 19-ൽ അവർ അവനെ ക്രൂശിക്കുകയും, ഇവിടെ വളരെ വ്യക്തമായി ക്രൂശിക്കുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. മറ്റനേക വാക്യങ്ങളുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 8:31, മർക്കോസിന്റെ സുവിശേഷം 9:31, ലൂക്കോസിന്റെ സുവിശേഷം 9:22, ലൂക്കോസിന്റെ സുവിശേഷം 18:31 എന്നിതാദി വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്തെ പറ്റി സംശയത്തിന് സ്ഥാനമില്ലാതെ വളരെ വ്യക്തവും കൃത്യവുമായി പഠിപ്പിച്ചു. അവർ അവനെ കൊല്ലണം, ക്രൂശിക്കണം, അവനെ മർദ്ദിക്കണം, മുറിവേൽപ്പിക്കണം, എന്നാൽ മരണത്തെ ജയിച്ചുകൊണ്ട് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഇത്ര വ്യക്തമായിട്ട് പഠിപ്പിച്ച ഗുരുവിന്റെ ഒരു ഉപമയെടുത്ത് ഉപമയ്ക്കുള്ളിലെ അർത്ഥങ്ങളെ വ്യാഖ്യാനിക്കുന്നവർ ഈ വ്യക്തമായ പഠിപ്പിക്കലിനെ മാറ്റിവെക്കുന്നത് വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ച് ശരിയാണോ? അല്ല, അത് പോട്ടെ, വ്യാഖ്യാന ശാസ്ത്രം അറിയില്ലെങ്കിൽ അത് പോട്ടെ. രണ്ട് ആരോപണങ്ങളാണ് യോനയുടെ അടയാളത്തിൽ അവർ ഉയർത്തുന്നത്. ഒന്ന്, 3 രാവും 3 പകലും 3 രാവും 3 പകലും കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടായിരുന്നു. പഴയ നിയമവും പുതിയ നിയമവും ഒന്ന് വായിച്ചു നോക്കണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നതിന് മുമ്പ്. 3 രാവും 3 പകലും എന്നുള്ളത് യഹൂദന്റെ ഒരു പദപ്രയോഗമാണ്. തെളിവ് എവിടെ? എസ്തേറിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 15 മുതൽ എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു നോക്കുമ്പോൾ വളരെ വ്യക്തമായി കാണുന്നത്, എസ്തേർ പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 3 ദിവസം രാവും പകലും 3 ദിവസം രാവും പകലും നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ രാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷനാകും. എന്നാൽ 5:1 നാം വായിക്കുന്നത് 3-ാം ദിവസം എസ്തേർ രാജാവിന്റെ മുന്നിൽ പ്രത്യക്ഷനായി. 3 രാവും 3 പകലും എന്നുള്ളത് യഹൂദന്റെ ഒരു പദപ്രയോഗമാണെങ്കിൽ ആ പദപ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വേണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെയും വ്യാഖ്യാനിക്കുവാൻ. അത് പോട്ടെ, യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് മരിച്ചായിരുന്നുവോ? ആദ്യത്തെ കേൾവിക്കാർ യഹൂദന്മാരായിരുന്നുവെങ്കിൽ യഹൂദന്മാരുടെ യോനയെ പറ്റിയുള്ള വ്യാഖ്യാനവും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് ക്രൈസ്തവ ലോകം അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നതായ ഒരു വ്യാഖ്യാനമാണത്. യോനയുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ യോന ഒരു സ്തോത്ര പ്രാർത്ഥനയാണ്, ഒരു നന്ദി പ്രാർത്ഥനയാണ് പറയുന്നത്. 2:2 അദ്ദേഹം പറയുന്നത്, സിയോളിൽ നിന്ന് ഞാൻ അയ്യം വിളിച്ചു. സിയോളിൽ നിന്ന് ഞാൻ അയ്യം വിളിച്ചു. സിയോൾ എവിടെയാണ്? മരിച്ചവർ പോകുന്ന സ്ഥലമാണ്. 2:6 പറയുന്നത്, ഭൂമിയുടെ ഓടാമ്പലുകൾ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു. 2:6 വീണ്ടും പറയുന്നത്, എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. സിയോളിൽ നിന്ന് ഞാൻ അയ്യം വിളിച്ചിരിക്കുന്നു. ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്കും അടച്ചിരുന്നു. ഇതുകൊണ്ട് യഹൂദന്മാരുടെ വ്യാഖ്യാനം അനുസരിച്ച് യോന മത്സ്യത്തിന്റെ വയറ്റിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. അങ്ങനെയെങ്കിൽ യോനയുടെ ഉപമ ഇനി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യോനയുടെ അടയാളം എന്നുള്ള ആരോപണവും കഴിഞ്ഞു. ആരോപണം 3 മണിക്കൂർ കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുക സാധ്യമാണോ? അവരുടെ അഭിപ്രായത്തിൽ 3 മണിക്കൂറല്ല, അനേക മണിക്കൂർ എടുക്കും ക്രൂശിന്മേൽ ഒരു വ്യക്തി മരിക്കുവാൻ. അങ്ങനെയെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു എന്ന് പറയുന്നത് വിശ്വസനീയമാണോ? ന്യായമായ ചോദ്യമാണ്. ശാസ്ത്രീയമായി ഇതിന് എന്തുത്തരമാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അലക്സാണ്ടർ മെത്രൽ എന്ന് പറയുന്നതായ ഒരു ഡോക്ടർ, കുറ്റാന്വേഷണ തെളിവുകളുടെ ഒരു ഡോക്ടർ, അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റി വളരെ വ്യക്തമായി മെഡിക്കൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നതായ ചില തെളിവുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്.
3 മണിക്കൂർ കൊണ്ട് മരിക്കുക സാധ്യമോ അസാധ്യമോ? അലക്സാണ്ടർ മെത്തൽ പറയുന്നത് രംഗം 1 ഗെത്സമന തോട്ടം. ഗെത്സമന തോട്ടത്തിൽ മത്തായിയുടെ സുവിശേഷം ലൂക്കോസിന്റെ സുവിശേഷം 22:44 നാം വായിക്കുന്നത് വിയർപ്പ് നിലത്ത് വലിയ ചോരത്തുള്ളി പോലെ വീണു. മെഡിക്കൽ സയൻസ് പ്രകാരം ഇത് അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണെങ്കിലും അസാധ്യമായോ അസംഭവമായോ കാര്യമല്ല. അപൂർവമായി അതിവേദനയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്നതായ ഒരു കാര്യമാണ് ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് രക്തം അധികം പോകുകയില്ലെങ്കിലും, ഇങ്ങനെ വിയർപ്പ് രക്തത്തുള്ളി പോലെ വന്നു കഴിഞ്ഞാൽ രക്തം അധികം പോകുകയില്ലെങ്കിലും ഇതിന്റെ ഫലമായി ത്വക്ക് വളരെ മൃദുലമായി തീരും, സ്കിൻ വളരെ സെൻസിറ്റീവായിട്ട് മാറും. ഓർക്കണം, ഗെത്സമനയിൽ തോട്ടത്തിൽ ഈ പ്രാണവേദനയിലായ കർത്താവിന്റെ ശരീരം ഇപ്പോൾ വളരെ മൃദുലമാണ്. രംഗം 2 പീലാത്തോസിന്റെ അരമന. മത്തായിയുടെ സുവിശേഷം 27:26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് പീലാത്തോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് മുള്ളുകൊണ്ടൊരു കിരീടം മെനഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. റോമാക്കാരുടെ ചമ്മട്ടി കൊണ്ടുള്ള അടി എന്ന് പറയുന്നത് 4-ാം നൂറ്റാണ്ടിലെ ചരിത്രകാരനായ യൂസിബസ് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് റോമാക്കാരുടെ ചാട്ടവാറ് കൊണ്ടുള്ള അടി കഴിയുമ്പോഴത്തേക്കും ആ ചാട്ടവാറിന്റെ അറ്റത്ത് എല്ലുകളും ഇരുമ്പ് ബോളുകളും എല്ലാം അറ്റത്തുണ്ട്. അതുകൊണ്ട് ഓരോ അടി കഴിയും തോറും മാംസം ഇങ്ങനെ കൊത്തി ഇളകി പോരുകയാണ്. 39 അടിയെങ്കിലും കുറഞ്ഞത് ചാട്ടവാറ് കൊണ്ട് അവരടിക്കും. ഓരോ അടി കഴിയും തോറും മാംസവും രക്തവും ഇളകിപ്പോരുകയും യൂസിബസ് പറയുന്നത് എല്ലും ഞരമ്പും പോലും വ്യക്തമായി കാണുവാനും കഴിയുമെന്നുള്ളതാണ്. ഓർക്കണം, ഗെത്സമനയിൽ തോട്ടത്തിൽ വെച്ച് സ്കിന്ന് ഇപ്പോൾ തന്നെ സെൻസിറ്റീവാണ്. അത് കഴിഞ്ഞിട്ടാണ് ചാട്ടവാറ് കൊണ്ട് ഇങ്ങനെ പ്രകാരമുള്ള അടികൾ ഉണ്ടാകുന്നത്. അലക്സാണ്ടർ മെത്തൽ പറയുന്നത് ഇതിൽ ചോര വളരെയധികം നഷ്ടപ്പെടും. ഇപ്രകാരം ചോര വളരെയധികം നഷ്ടപ്പെട്ടാൽ അദ്ദേഹം പറയുന്നത് ഹൃദയം രക്തത്തെ പമ്പ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശരീരത്തിൽ മുമ്പത്തെ പോലെ രക്തമില്ലാത്തത് കൊണ്ട് ഹൃദയത്തിന്റെ താളമിടപ്പ് മാറുകയും രക്തമില്ലാത്തത് കൊണ്ട് ലോ BP ആകുകയും രക്തമില്ലാത്തത് കൊണ്ട് ദാഹം തോന്നുകയും രക്തമില്ലാത്തത് കൊണ്ട് ക്ഷീണിതനാകുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തുടർന്നുള്ള ക്രൂശീകരണ സംഭവത്തിൽ നാം അതെല്ലാം കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന് ദാഹിച്ചു. ശ്വാസം എടുക്കുവാൻ വേണ്ടി പൊങ്ങുമ്പോൾ കാൽപാദങ്ങളിൽ അടിച്ചിരിക്കുന്ന ആണി പിന്നെയും താഴോട്ടിറങ്ങും. നാം ചിന്തിക്കണം, രക്തം വാർന്നൊഴുകിപ്പോയ കർത്താവ് എത്ര സമയം ഇങ്ങനെ മാനുഷികമായി ചിന്തിക്കണം. രക്തം വാർന്ന് ഒഴുകിപ്പോയ കർത്താവ് എത്ര സമയം ഇങ്ങനെ ശ്വാസം എടുക്കുവാൻ വേണ്ടി മേലേക്കും ശ്വാസം വിടുവാൻ വേണ്ടി താഴേക്കും ഇറങ്ങേണ്ടതായി വരും. അധിക സമയം സാധ്യമല്ല. ക്ഷീണിക്കും തോറും ഡോക്ടർ അലക്സാണ്ടർ മെത്തറിന്റെ അഭിപ്രായത്തിൽ കാർബൺ രക്തത്തിൽ വരികയും അസിഡിറ്റി കൂടുകയും ഹൃദയ താളമെടുപ്പുകൾ മാറുകയും ചെയ്യും. നാം ആരെ പറ്റിയാണ് ചിന്തിക്കുന്നത്? സ്വന്തം ജീവനെ കൊടുക്കുവാനും അത് തിരിച്ചെടുക്കുവാനും കഴിവുള്ള കർത്താവിനെ പറ്റിയാണ്. കർത്താവായ യേശു ക്രിസ്തു ഇതേപോലെ ഒരു പ്രോസസ് തിരഞ്ഞെടുത്താൽ അതിനെയും നമുക്ക് വിമർശിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഓരോ നിമിഷവും ശ്വാസമെടുക്കുവാനുള്ള ബുദ്ധിമുട്ട് കൂടുന്തോറും രക്തത്തിലെ അസിഡിക്കിന്റെ അളവ് കൂടുകയും ഹൃദയ താളമെടുപ്പുകൾ മാറുകയും അപ്രകാരം മരിക്കുകയും ചെയ്യാം എന്നാണ് അലക്സാണ്ടർ മെത്തർ പറയുന്നത്. അതുകൊണ്ട് അപ്രകാരം മരിക്കണമെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഒത്തിരി സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് മാത്രമല്ല, അലക്സാണ്ടർ മെത്തൽ പറയുന്നത് ഇപ്രകാരം ഒരു വ്യക്തി മരിച്ചാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള രക്തവും വെള്ളവും വ്യത്യസ്തമാകും. ജീവനുള്ള കാലത്തോളം രക്തവും വെള്ളവും ഒന്നായിരിക്കുന്നുവെങ്കിൽ
ഇപ്രകാരം മരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ രക്തവും വെള്ളവും രണ്ടായി മാറും. ആ ഭടൻ കുന്തം കൊണ്ട് തന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ചങ്കിലേക്ക് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറത്തു വന്നത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനേക്കാൾ ആധികാരിക ശബ്ദമാണ് എന്നാണ് ഡോക്ടർ അലക്സാണ്ടർ മെത്രൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രൂശിൽ 3 മണിക്കൂർ കൊണ്ട് മരിക്കുക സാധ്യമാണോ? സാധ്യമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് കർത്താവ് ക്രൂശിൽ വെച്ച് മരിച്ചില്ല. നമ്മൾ ഓർക്കണം, ചാട്ടവാറ് കൊണ്ട് അടികൊണ്ട് ഏറ്റ കർത്താവ്, ചങ്കിലേക്ക് കുന്തം തുളച്ചു കയറിയ കർത്താവ്, അദ്ദേഹം ക്രൂശിൽ വെച്ച് മരിച്ചില്ല. ഇത് മെഡിക്കൽ സയൻസ് പ്രകാരം അസാധ്യമാണ്. എങ്കിലും നാം ഒന്ന് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു വാദത്തിന് വേണ്ടി. അദ്ദേഹത്തെ ക്രൂശിൽ നിന്ന് ഇറക്കി ചില സുഗന്ധവർഗങ്ങളൊക്കെ കെട്ടിവെച്ച് പട്ടിണിക്കൊരു റൂമിൽ 3 ദിവസം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സൗഖ്യമായി അദ്ദേഹം വന്ന് 3-ാം ദിവസം എഴുന്നേറ്റ് ഗലീലയിലേക്ക് നടന്നു പോയെന്നാണ്. ഏത് മെഡിക്കൽ സയൻസ് പ്രകാരമാണ് കുന്തം കൊണ്ട് ചങ്കിൽ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ പുറത്ത് ബാം പുരട്ടിയാൽ അകത്ത് സൗഖ്യമാകുന്നത്? ഏത് മെഡിക്കൽ സയൻസ് ആണ്? ആധുനിക മെഡിക്കൽ സയൻസിന് പോലും അത് അസാധ്യമാണ്. വാദത്തിന് വേണ്ടി വാദം ഉയർത്തുവാന്നല്ലാതെ ഇപ്രകാരമുള്ള വാദങ്ങളിൽ യാതൊരു അർത്ഥവുമില്ല. മെഡിക്കൽ സയൻസ് പ്രകാരം ബൈബിളിന്റെ സാക്ഷിമൊഴി നാം ഒന്നാമതായി നിയമത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് പരിശോധിച്ചു. അത് വാലിഡാണ്, അത് വളരെ ക്രെഡിബിൾ ആണ്. ബൈബിളിന്റെ സാക്ഷിമൊഴി മെഡിക്കൽ സയൻസ് പ്രകാരം നാം പരിശോധിച്ചു. അവിടെയും ഇത് തെളിഞ്ഞു വരികയാണ്. എന്നാൽ ഇതിലെല്ലാം പരാജയപ്പെടുമ്പോൾ നാലാമത് മറ്റൊരു ആരോപണം അവർ ഉന്നയിക്കാറുണ്ട്. നാലാമത്തെ ആരോപണം എന്ന് പറയുന്നത് സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന മറ്റ് കൃതികൾ, സുവിശേഷങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റ് കൃതികൾ ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭ എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു? ആ മറ്റ് കൃതികളിൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ടില്ല എന്ന് എഴുതിയിട്ടില്ലയോ? അത് അംഗീകരിക്കാതെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ 4 സുവിശേഷം മാത്രം എന്തിന് നിങ്ങൾ അംഗീകരിച്ചു? ഒരു വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ മറ്റു സുവിശേഷങ്ങളെ ഒന്നും തള്ളിക്കളഞ്ഞത് ക്രൈസ്തവ സഭയല്ല, അത് സ്വയമേ തള്ളി പുറത്താക്കപ്പെട്ടതാണ്. ക്രൈസ്തവ സഭയല്ല തള്ളിക്കളഞ്ഞത്. ഞാൻ അതിന് കാരണം പറയാം. അത് സ്വയമേ പുറത്താക്കപ്പെട്ട സുവിശേഷങ്ങളാണ്. ഖുർആൻ വ്യാഖ്യാതാവായ അബ്ദുള്ള യൂസഫ് അലി സൂറ 4:157 തെളിവ് ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് ശേഖരിക്കുന്നത്. സൂറ 4:157 ഫുട് നോട്ട് നമ്പർ 163 ഇപ്രകാരം പറഞ്ഞു. മറ്റുള്ള സുവിശേഷങ്ങളിലെ സന്ദേശമാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം പറഞ്ഞു, അന്നുള്ള ചില സുവിശേഷങ്ങളിൽ ക്രിസ്തുവിന് ശരീരം ഉണ്ടായിരുന്നു എന്ന് പോലും വിശ്വസിക്കാത്തവർ ഉണ്ടായിരുന്നു. അതായത് സ്വയമേ പുറത്താക്കപ്പെട്ട ചില സുവിശേഷങ്ങളുടെ സന്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിന് ശരീരമില്ലായിരുന്നു. ശരീരമില്ലായിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കാൻ ഒക്കുമോ? അതുകൊണ്ടാണ് അവർ മരിച്ചില്ലെന്ന് എഴുതിയത്. ആര് പറയുന്നതാണ്? അബ്ദുള്ള യൂസഫ് അലി പറയുന്നതാണ്. മറ്റൊരു സുവിശേഷത്തെ പറ്റി അദ്ദേഹം പറയുന്നത് ക്രിസ്തു ജനിച്ചിട്ട് പോലുമില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു. സൂറ 4:157 ഫുട് നോട്ട് നമ്പർ 163 യൂസഫ് അലി എഴുതുന്നതാണ്. ജനിച്ചിട്ട് പോലും ഇല്ലായിരുന്നു എന്ന് പഠിപ്പിക്കുന്ന ചില സുവിശേഷങ്ങളുണ്ട്. അവർ പറയുന്നത് നമുക്കങ്ങനെ തോന്നിയതേ ഉള്ളൂ ജനിച്ചുവെന്ന്, അദ്ദേഹം ജീവിച്ചുവെന്ന് നമുക്ക് തോന്നിയതേ ഉള്ളൂ, അദ്ദേഹം സുവിശേഷം അറിയിച്ചുവെന്ന് നമുക്ക് തോന്നിയതേ ഉള്ളെങ്കിൽ അദ്ദേഹം മരിച്ചുവെന്ന് നമുക്ക് തോന്നിയതേ ഉള്ളൂ. ഇത് ചരിത്രമാണോ? ഇപ്രകാരമുള്ള ലേഖനങ്ങളെ വേദപുസ്തകത്തിൽ നാം കൂട്ടിവെക്കേണ്ടതായിട്ടുണ്ടോ? പഴയ നിയമത്തിന് വിരുദ്ധമായും ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായും, എന്തിനേറെ പറയുന്നു, ഇസ്ലാമിന്റെ തന്നെ വിശ്വാസത്തിന് പോലും എതിരായ ഇപ്രകാരമുള്ള സുവിശേഷങ്ങളിലെ തെളിവുകൾ ഹാജരാക്കുന്നത് ന്യായമാണോ എന്ന് ഈ ഇസ്ലാം പ്രഭാഷകർ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. അപ്പോൾ അവർ മറ്റൊരു സുവിശേഷം എടുത്തുകൊണ്ട് വരുന്നത് ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ ഏത് കൃതിയിലും അവർക്ക് തെളിവില്ലാത്തത് കൊണ്ട് അവർ മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വരുന്നത് ഗോസ്പൽ ഓഫ് ബർണബാസ് എന്ന് പറഞ്ഞൊരു സുവിശേഷമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് ഈ ഒരു സുവിശേഷത്തെ പറ്റി അനേക കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഈ സുവിശേഷം ഇന്ന് അത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഗോസ്പൽ ഓഫ് ബർണബാസ് നിങ്ങൾക്ക് സ്വയം പോയി അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. 125 പേജുകളേ ഉള്ളൂ.
ആ 125 പേജുകൾ എടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതെന്തുകൊണ്ടാണ് അംഗീകരിക്കപ്പെടാതിരുന്നത്? കാരണം അത് 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതായ ഒരു കൃതിയാണ്. അതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് 14-ാം നൂറ്റാണ്ടിലെയാണ്. കയ്യെഴുത്ത് പ്രതികളുടെ ഭാഷ സ്പാനിഷാണ്. കയ്യെഴുത്ത് പ്രതികൾ 14-ാം നൂറ്റാണ്ടിലെയും കയ്യെഴുത്ത് പ്രതിയുടെ ഭാഷ സ്പാനിഷുമായി കൊണ്ടത് മാത്രമല്ല, മറ്റുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലും ഇത് 14-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണെന്ന് പറയാം. ഉദാഹരണങ്ങൾ: ഗോസ്പൽ ഓഫ് ബർണബാസ് പ്രകാരം 100 വർഷത്തിൽ ഒരിക്കലാണ് ജൂബിലി വർഷമുണ്ടാകുന്നത്. ഇയർ ഓഫ് ജൂബിലി എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം 100 വർഷത്തിൽ ഒരിക്കലാണ് ഗോസ്പൽ ഓഫ് ബർണബാസ് പ്രകാരം ഉണ്ടാകുന്നത്. എന്നാൽ വിശുദ്ധ ബൈബിളിലോ? ബൈബിളിനെ ഉദ്ധരിച്ചുകൊണ്ട് ഗോസ്പൽ ഓഫ് ബർണബാസ് പറയുന്നതാണ്. എന്നാൽ വിശുദ്ധ ബൈബിളിൽ എന്താണ് പറയുന്നത്? 50 വർഷത്തിൽ ഒരിക്കലാണ് ഇയർ ഓഫ് ജൂബിലി ഉണ്ടാകുന്നത്, ജൂബിലി വർഷം ഉണ്ടാകുന്നത്. ഗോസ്പൽ ഓഫ് ബർണബാസിന്റെ എഴുത്തുകാരന് തെറ്റുപറ്റിയത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായ പോപ്പ് അദ്ദേഹം പ്രഖ്യാപിച്ചു 100 വർഷത്തിൽ ഒരിക്കലാണ് ജൂബിലി. ഇത് കേട്ട എഴുത്തുകാരൻ, 14-ാം നൂറ്റാണ്ടിൽ കേട്ടുപഠിച്ച എഴുത്തുകാരൻ, അദ്ദേഹം വിചാരിച്ചു അപ്രകാരമായിരിക്കും ബൈബിളിൽ എഴുതിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് അതേ അബദ്ധം അദ്ദേഹം ഗോസ്പൽ ഓഫ് ബർണബാസിലും രേഖപ്പെടുത്തി. എന്ന് മാത്രമല്ല, ഗോസ്പൽ ഓഫ് ബർണബാസിൽ യേശു ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഗോസ്പൽ ഓഫ് ബർണബാസിൽ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു മശീഹ അല്ല എന്ന് പറയുന്നു. യേശു ക്രിസ്തുവാണെന്ന് സമ്മതിക്കുന്നു, എന്നാൽ യേശു മശീഹ അല്ല. മശീഹ ആരാണ്? മശീഹ ഗോസ്പൽ ഓഫ് ബർണബാസ് പ്രകാരം മുഹമ്മദാണ്. ഇവിടെ 2 കുഴപ്പങ്ങളുണ്ട്. മശീഹ എന്ന് പറഞ്ഞാലും ക്രിസ്തു എന്ന് പറഞ്ഞാലും അത് ഒന്ന് തന്നെയാണ്. മശീഹ എന്നുള്ളത് എബ്രായ പദവും ക്രിസ്തു എന്നുള്ളത് ഗ്രീക്ക് പദവുമാണ്. 2 ഭാഷകളിലുള്ള പദമാണ് മശീഹയും ക്രിസ്തുവും. മശീഹയാണെന്ന് ക്രിസ്തുവാണെന്ന് സമ്മതിക്കുന്ന ഗോസ്പൽ ഓഫ് ബർണബാസ് യേശു മശീഹയാണെന്ന് സമ്മതിക്കുന്നില്ല. കാരണം ഗ്രീക്കോ ഹീബ്രുവോ അറിയാൻ മേലായിരുന്നതായ ബർണബാസ് എഴുതിയതാണിത്. മാത്രമല്ല, മുഹമ്മദ് മശീഹയാണെന്നാണ് പറയുന്നത്. അത് ഇസ്ലാം വിശ്വാസത്തിന് യോജിച്ചതാണോ? ഇസ്ലാം വിശ്വാസത്തിന് പോലും യോജിച്ചതല്ല. എന്നാൽ ഈ ഇസ്ലാം മത പ്രവാചകന്റെ അഭിപ്രായത്തിൽ നമ്മളത് എന്തുകൊണ്ട് പുതിയ നിയമത്തിന്റെ ഭാഗമാക്കിയില്ലെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആ ചോദ്യത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? മറ്റുള്ള സുവിശേഷങ്ങൾ നമ്മൾ തള്ളിയതാണോ, സ്വയം പുറത്താക്കപ്പെട്ടതാണോ? അത് സ്വയം പുറത്താക്കപ്പെട്ടതാണ്. 4 ആരോപണങ്ങൾ നാം ഇതോടകം ചിന്തിച്ചു കഴിഞ്ഞു. സുവിശേഷത്തിലെ സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറയുന്ന ആരോപണം. എന്നാൽ സുവിശേഷത്തിലെ സാക്ഷിമൊഴികളിൽ വൈരുദ്ധ്യമല്ല, ഉപരിതല വ്യത്യാസം മാത്രമാണ് എന്ന് നാം കണ്ടു കഴിഞ്ഞു. യോനയുടെ അടയാളം എന്ത് എന്ന് നാം ചിന്തിച്ചു. വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ച് വ്യാഖ്യാനിക്കണമെന്ന് നാം മറുപടി പറഞ്ഞു. 3 മണിക്കൂർ കൊണ്ട് മരിക്കുക സാധ്യമോ എന്ന് നാം ചിന്തിച്ചു. മെഡിക്കൽ സയൻസ് പ്രകാരം 3 മണിക്കൂർ കൊണ്ട് മരിക്കുക സാധ്യമെന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു. മറ്റുള്ള സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന കൃതികൾ എന്തുകൊണ്ട് വേദപുസ്തകത്തിൽ വന്നില്ല എന്ന് ചോദിച്ചാൽ ആ സുവിശേഷങ്ങൾ ഒന്ന് വായിച്ചു നോക്കണമെന്നാണ് അതിന്റെ ഉത്തരം. എന്നാൽ ഇതുകൊണ്ടും തെളിവുകൾ കൊണ്ടൊന്നുമല്ല ആരും ഇതിൽ വിശ്വസിക്കുന്നത്. അവർ വിശ്വസിക്കുന്നത് അതിന്റെ കാരണം, എൻ്റെ സമയം ഏതാണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ വിശ്വസിക്കുന്നതിന്റെ കാരണം ഇതൊരു പ്രവാചകൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. സത്യം അതാണ്. അവരുടെ അഭിപ്രായത്തിലുള്ളതായ ഒരു പ്രവാചകൻ പറഞ്ഞതുകൊണ്ട് തെളിവുകൾക്കെല്ലാം വിപരീതമായി വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അവർ ഒന്ന് ചിന്തിക്കണം, സകല പ്രവാചകന്മാരുടെയും പ്രത്യാശയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. രക്ഷയുടെ മാർഗത്തെ പറ്റി പ്രവാചകന്മാർ പഠിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് ഏകദൈവ വിശ്വാസം മാത്രമായിരുന്നില്ല. പാപം ചെയ്ത ആദമിനോട് രക്ഷയുടെ മാർഗം നീ ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുക എന്നുള്ളതായിരുന്നോ? അല്ല. സ്ത്രീയുടെ സന്തതിയായി ജനിച്ച സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന സന്തതിയുടെ വാഗ്ദാനത്തിൽ ആദത്തിന് വിശ്വസിക്കണമായിരുന്നു. ആരാണ് എഴുതുന്നത്? മോശയാണ് എഴുതുന്നത്. ഏകദൈവ വിശ്വാസം മാത്രമായിരുന്നില്ല രക്ഷയുടെ മാർഗം.
സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്ന് പറയുന്നത് ആദം മുതൽ വിശ്വസിക്കേണ്ടതായ കാര്യമാണ്. ദാവീദോ ഏകദൈവ വിശ്വാസം മാത്രമായിരുന്നോ ദാവീദ് പ്രസംഗിച്ചത്? അല്ല. 22-ാം സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ 22-ാം സങ്കീർത്തനത്തിന്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നത് ഭൂമിയുടെ അറുതികളൊക്കെയും യഹോവയിങ്കലേക്ക് തിരിയും, ഒരു മഹാരക്ഷയുടെ കാര്യം പറയുകയാണ്. 22-ന്റെ 27. എന്നാൽ 22-ന്റെ 27 സംഭവിക്കുന്നതിന് മുമ്പ് എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് അരുളി കരഞ്ഞുകൊണ്ട് വസ്ത്രം പകുത്തെടുത്ത ഒരു വ്യക്തിയിൽ ദാവീദ് വിശ്വസിച്ചിരുന്നു. അപ്പൊ ദാവീദ് ഏകദൈവ വിശ്വാസം മാത്രമായിരുന്നു? അല്ല. ആദം അങ്ങനെയല്ലായിരുന്നു, മോശ അങ്ങനെയല്ലായിരുന്നു, ദാവീദ് അങ്ങനെയല്ലായിരുന്നു. പാപത്തെ പറ്റി ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക എന്ന് പറഞ്ഞ് പാപത്തിനെതിരെ വെല്ലുവിളിച്ച പ്രവാചകനായ യെശയ്യാവ് അദ്ദേഹം പറഞ്ഞത് പാപത്തിനുള്ള പരിഹാരം ഏകദൈവ വിശ്വാസം ആണെന്നുള്ളതാണോ? ഏകദൈവ വിശ്വാസവും അവന്റെ ദൂതനിലും വിശ്വസിച്ചാൽ നിങ്ങൾ മതി എന്നുള്ളതാണോ അദ്ദേഹം പറഞ്ഞത്? അല്ല. 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ അതിക്രമങ്ങളെ ഏറ്റുകൊണ്ട് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായിക്കൊണ്ട് മരിക്കുന്ന ഒരു ദാസനെ, യഹോവയുടെ ദാസനെയും യെശയ്യാവ് പ്രഖ്യാപിച്ചിരുന്നു. അത് പ്രവാചകന്റെ സന്ദേശമാണ്. പാപത്തെ പറ്റി സെക്രിയാവ് പറയുമ്പോൾ നിങ്ങൾ ഏകദൈവ വിശ്വാസവും ഒരു ദൂതനിലും വിശ്വസിച്ചാൽ മതിയെന്നാണോ പറഞ്ഞത്? അല്ല. സെക്രിയാവ് 12-ന്റെ 10 ദാവീദ് ഗ്രഹത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുമ്പോൾ പറയുന്നത്, ദാവീദ് ഗ്രഹമേ തങ്ങളുടെ കുത്യവെങ്കിലേക്ക് അവർ നോക്കും. 12-ന്റെ 10 പറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് 13-ന്റെ 1 പറയുന്നത് അവരുടെ പാപത്തിനും മാലിന്യത്തിനും ഒരു പരിഹാരമുണ്ടാകും. അബ്രഹാം, ആദം അങ്ങനെയായിരുന്നില്ല വിശ്വസിച്ചത്, മോശ അങ്ങനെയായിരുന്നില്ല വിശ്വസിച്ചത്, ദാവീദ് അങ്ങനെയായിരുന്നില്ല വിശ്വസിച്ചത്, യെശയ്യാവ് അങ്ങനെയായിരുന്നില്ല വിശ്വസിച്ചത്, സെക്രിയാവ് അങ്ങനെയായിരുന്നില്ല വിശ്വസിച്ചത്, ദാനിയേലും അങ്ങനെയായിരുന്നില്ല വിശ്വസിച്ചത്. അതിക്രമത്തിന് പരിഹാരം വരുത്തുവാനും പ്രായശ്ചിത്തം വരുത്തുവാനുമായി ദാനിയേലിന്റെ പുസ്തകം 9-24 മുതൽ 26 വരെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അഭിഷക്തൻ ഛേദിക്കപ്പെടും. അപ്പൊ ദാനിയേലിന്റെ വിശ്വാസം എന്തായിരുന്നു? ഏകദൈവ വിശ്വാസവും അവന്റെ ദൂതനിലും വിശ്വസിക്കുക അല്ലേ? അല്ല. സകല പ്രവാചകന്മാരുടെയും വിശ്വാസം എന്ന് പറയുന്നത് സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് കഷ്ടമനുഭവിച്ച് നമ്മുടെ അതിക്രമങ്ങളെ പേറി ആ ക്രൂശിൽ മരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു സകല പ്രവാചകന്മാരുടെയും പ്രത്യാശയായിരുന്നു. സകല പ്രവാചകന്മാരുടെയും പ്രത്യാശയായി ക്രൂശിക്കപ്പെട്ട് മരിച്ച 3-ാം നാൾ തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ആ ക്രിസ്തുവിന് വിരോധമായി 600 വർഷം കഴിഞ്ഞ് ഒരാൾ വന്നാൽ അത് പ്രവാചക ശബ്ദമായി നിങ്ങൾ അംഗീകരിക്കുമോ? സകല പ്രവാചകന്മാർക്കും വിരുദ്ധമായി 600 ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷവും 600 വർഷം കഴിഞ്ഞ് ഒരാൾ വന്നാൽ അതൊരു പ്രവാചക ശബ്ദമായി മാറുമോ? മുസ്ലിം സഹോദരി സഹോദരന്മാർ, എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സഹോദരി സഹോദരന്മാർ, ഇത് നിങ്ങൾ അംഗീകരിക്കുമോ? സകല പ്രവാചകന്മാർക്കും വിരുദ്ധമായി 600 ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷവും 600 വർഷം കഴിഞ്ഞ് ഒരാൾ വന്നാൽ അതൊരു പ്രവാചക ശബ്ദമായി മാറുമോ? മുസ്ലിം സഹോദരി സഹോദരന്മാർ, എന്നെ കേൾക്കുന്ന ക്രൈസ്തവ സഹോദരി സഹോദരന്മാർ, ഇത് ഒന്ന് സ്വയം ആലോചിക്കണം. കർത്താവായ യേശു ക്രിസ്തു അവൻ വാസ്തവത്തിൽ ക്രൂശിക്കപ്പെട്ടുവോ? സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ, നീപപണ്ഡിതന്മാരുടെ അടിസ്ഥാനത്തിൽ, മെഡിക്കൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ, പ്രവാചകന്മാരുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അവൻ വാസ്തവമായി ക്രൂശിക്കപ്പെട്ടിരുന്നു. ആ പ്രവാചകന്മാരുടെ സാക്ഷ്യവും ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയും പറ്റി തുടർന്ന് അച്ഛൻ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. എന്നെ ഇത്രയും നേരം കേട്ട ഏവർക്കും കർത്തൃനാമത്തിൽ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് വിരാമിക്കുന്നു.